കാശ്മീരിലെ ശ്രീനഗർ പഹൽഗാമിലെ ഭീകരാക്രമണം ലഷ്കർ ഇ തോയ്ബയാണ് നടത്തിയതെന്ന് ഇന്ത്യക്ക് മനസ്സിലായി. ഇന്ത്യ അത് കണ്ടെത്തി കഴിഞ്ഞു. കാശ്മീരിൽ വന്ന 29 പേരെ വെടിവെച്ച് കൊന്നു. 26 പേരെ തിരിച്ചറിഞ്ഞു. 26 പേരുടെ പോസ്റ്റ്മോർട്ടം നടത്തി. അവരുടെ കാശ്മീർ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ 26 മൃതദേഹങ്ങളും അവിടെ നിരത്തി വെച്ചത് നമ്മൾ കണ്ടു. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവിടെ പോയി എല്ലാ മൃതദേഹങ്ങൾക്കും ബഹുമാനത്തോടെ അദ്ദേഹം റീത്ത് സമർപ്പിച്ചു. 26 പേരിലെ മലയാളിയായ രാമേന്ദ്രനും എറണാകുളം ജില്ലക്കാരനായ രാമേന്ദ്രനും കുടുംബവും കാശ്മീരിലെ അവധിക്ക് പോയതായിരുന്നു. ശ്രീനഗറിലെ പഹൽഗാം എന്ന സ്ഥലം, അവിടെ ആ സ്ഥലത്ത് സഞ്ചരിക്കണമെങ്കിൽ പുൽമേടാണ്. അവിടെ നടന്നു പോകാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ കുതിര സവാരി പോകണം. വാഹനങ്ങൾക്ക് ആ പ്രകൃതി രമണീയമായ സ്ഥലത്ത് പ്രവേശനമില്ല. അതിനടുത്ത് വരെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥലത്തോട്ട്, മനോഹരമായ ആ സ്ഥലത്തോട്ട് പോകണമെങ്കിൽ നടന്നു പോവുകയോ കുതിര സവാരി പോവുകയോ ചെയ്യണം. ആ സ്ഥലത്ത് ഉണ്ടായിരുന്ന ടൂറിസ്റ്റുകളെയാണ് ആക്രമിച്ചത്. 2 വിദേശികളും കൊല്ലപ്പെട്ടു. നമ്മുടെ എറണാകുളം ജില്ലക്കാരന് രാമേന്ദ്രനും കൊല്ലപ്പെട്ടു. 4 പേര് അവര് ആ ആൾക്കാരുടെ അടുത്ത് പട്ടാള വേഷത്തിലാണ് വരുന്നത്, സംശയിക്കില്ല. അവര് വന്നിട്ട് പേര് ചോദിക്കും. ഹിന്ദു പേരാണ് അപ്പോൾ തന്നെ വെടിവെച്ച് കൊല്ലുകയാണ്. അങ്ങനെയാണ് 26 പേരെയും വെടിവെച്ച് കൊന്നത്. 26 പേരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 29 പേരെ വെടിവെച്ച് കൊന്നു എന്നാണ് കണക്ക് വരുന്നത്. ഇനിയും പലരെയും ഐഡന്റിഫൈ ചെയ്യാനുണ്ടാവാം. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പലരും ചികിത്സയിലാണ്. കർണാടകയിലുള്ള ഒരു റാവു, അദ്ദേഹം ഹണിമൂന് വന്നതാണ്. അദ്ദേഹത്തിന്റെ പേര് ചോദിച്ചു, അദ്ദേഹത്തിനെ വെടിവെച്ച് കൊന്നു. അതുപോലെ അവര് ഈ പഹൽഗാമിലെ ഈ ആക്രമണം നടത്തിയത് ഓരോരോ കുടുംബക്കാരുടെ അടുത്ത് ചെന്ന്, അല്ലെങ്കിൽ ഓരോരോ ടൂറിസ്റ്റുകളുടെ അടുത്ത് ചെന്ന് പേര് ചോദിച്ച് ഹിന്ദു പേര് പറയുമ്പോഴാണ് വെടിവെച്ച് കൊല്ലുന്നത്. വളരെ മൃഗീയമായ, നികൃഷ്ടമായ ഒരു കൊലപാതകം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനിലെ പ്രവർത്തിക്കുന്ന കാശ്മീർ സ്വതന്ത്രമാക്കാൻ വേണ്ടി 1985-86 കാലഘട്ടത്തിൽ രൂപീകരിച്ച ലഷ്കർ ഇ തോയ്ബ എന്ന ഭീകര സംഘടനയാണ് ഇതിന്റെ പിന്നില്. അവര് കാശ്മീർ 2026 ഫെബ്രുവരിക്കകം കാശ്മീർ മോചിപ്പിച്ച് പാകിസ്ഥാൻ്റെ കൂടെ ചേർക്കും എന്ന് ലഷ്കർ ഇ തോയ്ബയുടെ ഭീകര സംഘടനയിലെ അവിടുത്തെ ഡെപ്യൂട്ടി കമാൻഡറുടെ പദവിയിൽ നിൽക്കുന്ന ആളാണ് ഇത് പ്രഖ്യാപിച്ചത്. അപ്പൊ സൈഫുള്ള മസൂരി എന്ന ആളാണ് ഈ ഭീകരാക്രമണം ഓർഗനൈസ് ചെയ്തത്. പാകിസ്ഥാനിൽ നിന്ന് 4 പേരും തദ്ദേശീയരായ 2 പേരും, എല്ലാം ചെറുപ്പക്കാരാണ്. അവരാണ് ഈ കൃത്യം നടത്തിയത്. അത് തിരഞ്ഞെടുത്ത സമയം ഇപ്പോഴേ പാകിസ്ഥാനിൽ ജനിച്ചു വളർന്ന, പിന്നീട് കാനഡ പൗരത്വം സ്വീകരിച്ച, അമേരിക്കൻ പൗരത്വം സ്വീകരിച്ച തഹാവൂർ റാണ ഇപ്പൊ ഇന്ത്യയുടെ കസ്റ്റഡിയിലാണ്. 16 വർഷം നിരന്തരമായ നിയമ പോരാട്ടം നടത്തി അമേരിക്കൻ ജയിലിൽ നിന്ന് മോചിപ്പിച്ച് NIA ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയാളെ. ആ സന്ദർഭമാണ് ഈ അക്രമത്തെ തെരഞ്ഞെടുത്തത്. മറ്റൊരു കാര്യം, ആ സമയത്ത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ അത് സൗദി അറേബ്യയിലായിരുന്നു. 2 ദിവസത്തെ സന്ദർശനം പോയ അദ്ദേഹം ഈ വിവരം അറിഞ്ഞ് പെട്ടെന്ന് യാത്ര റദ്ദാക്കി അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി. അദ്ദേഹം വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായോട് ഉടൻ ആ സ്ഥലത്തെത്താൻ പറഞ്ഞു. അമിത്ഷാ ഹെലികോപ്റ്ററിൽ അവിടെ വന്നു. സംഭവ സ്ഥലം നടന്ന സ്ഥലങ്ങളെല്ലാം കണ്ടു. ഇന്ത്യൻ പട്ടാളക്കാർക്കും കാശ്മീരിലുള്ള ഇന്ത്യക്കാർക്കും അവിടുത്തെ ഒമർ അബ്ദുള്ള ഗവൺമെന്റിനും ആത്മബലം കൊടുക്കാനാണ് അദ്ദേഹം അവിടെ ചെന്നത്. കൃത്യമായി നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ട്, സംരക്ഷണം നൽകും, ഇനി ഇതുപോലൊരു അക്രമം ഇനിയും ഉണ്ടാകില്ല, അത് പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. പാകിസ്ഥാനിൽ 1985-86 കാലഘട്ടത്തിൽ രൂപീകരിച്ച ലഷ്കർ ഇ തോയ്ബ എന്ന ഭീകര സംഘടനയുടെ ഡെപ്യൂട്ടി കമാൻഡന്റ് വരെ ഉയർന്നിരിക്കുന്ന വ്യക്തിയാണ് സൈഫുള്ള
മസൂരി, അയാള് കഴിഞ്ഞ മാസം പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിൽ അവിടുത്തെ ജനങ്ങളുടെ മുമ്പിൽ പ്രസ്താവന ഇറക്കി. താൻ ഇത് മോചിപ്പിക്കും, 2026 ഫെബ്രുവരിക്ക് മുമ്പ് പാകിസ്ഥാനോട് ചേർക്കും. ഇന്ത്യക്കെതിരായിട്ട് പ്രസംഗിച്ചിട്ട് പോയ 1 മാസത്തിനുള്ളിലാണ് ഈ ആക്രമണം നടന്നത്. തദ്ദേശീയരായ 2 പേരെ അവര് പാകിസ്ഥാനി ട്രെയിനിങ് കഴിഞ്ഞ് അവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ 2 പേരും അതോടൊപ്പം തന്നെ 4 പേര് പാകിസ്ഥാനിൽ ട്രെയിനിങ് കഴിഞ്ഞവരാണ്. അതിൽ 2 പേരുടെ ഭാഷ കൊണ്ട് ഇന്ത്യക്ക് തിരിച്ചറിയാൻ പറ്റി. പക്തൂൺ പ്രവിശ്യയിലുള്ളവരാണ് 2 പേര്. അതുകൊണ്ട് ഇതിനകത്ത് ISIയുടെയും അതുപോലെ തന്നെ ലഷ്കർ-ഇ-തോയ്ബയുടെ ഇൻവോൾവ്മെന്റ് കൃത്യമാണ് എന്ന് ഇന്ത്യക്ക് മനസ്സിലായി. ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് ഇത് എന്ന് മനസ്സിലായി. അതിന് തെരഞ്ഞെടുത്ത സമയം ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ സൗദി അറേബ്യയിൽ പോയ സന്ദർഭവും അതുപോലെ തന്നെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് വാൻസ് കുടുംബസമേത ഇന്ത്യ സന്ദർശിക്കുന്ന സമയത്തും, അതുകൂടാതെ ഇവിടുത്തെ NIA റാണ എന്ന വ്യക്തിയെ ചോദ്യം ചെയ്യുന്ന സന്ദർഭത്തിലും ആ സമയമാണ് ഈ ഒരു ആക്രമണത്തിന് തെരഞ്ഞെടുത്തതെന്നുള്ള പ്രത്യേകത ഇതിനുണ്ട്. ഇന്ത്യക്ക് ഉണ്ടായ ഈ അഭിമാനക്ഷതം, നമ്മുടെ മക്കളെ ഏകദേശം 29 പേര് വെടിവെച്ച് കൊന്നത്, ഇന്ത്യയിലെ കാശ്മീരിലെ പ്രകൃതി രമണീയത ആസ്വദിക്കാൻ വന്ന വിദേശികള്, കാശ്മീർ ഇപ്പം ശാന്തമായ അവസ്ഥയിലാണ്. എങ്കിലും ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പം കാശ്മീരിലെ മഹാരാജാവ് ഇന്ത്യയുടെ യൂണിയനൊപ്പം അദ്ദേഹം ചേർന്നു. എന്നാൽ അതിൻ്റെ 60% മാത്രമേ ഇന്ത്യയിലൂടെ ചേർന്നുള്ളൂ. ബാക്കി 30% പാകിസ്ഥാന്റെ കൈവശമായി. ഏകദേശം 10-15% ലഡാക്കിന്റെ മുകളിലെ വടക്ക് ചൈനയുടെ കൈവശം വെച്ചിരിക്കുന്നു. ഇന്ത്യയിലെ ഭാഗത്തുള്ള 60% കാശ്മീരി മുസ്ലിംസും കാശ്മീരി ഹിന്ദുക്കളും ഇന്ത്യയോട് ചേർന്ന് അവിടെ സമാധാനപരമായ അന്തരീക്ഷം ഇപ്പോൾ വന്നു. ഒമർ അബ്ദുള്ള അവിടെ മുഖ്യമന്ത്രിയായി. കാശ്മീർ ശാന്തമായി പോകുന്ന സന്ദർഭത്തിൽ തന്നെ ആണ് ഈ ഒരു സംഭവം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് ഇന്ത്യയിലെ ലഷ്കർ-ഇ-തോയ്ബ 2005 മുതൽ പല അക്രമങ്ങളും ടെററിസ്റ്റ് ആക്ടിവിറ്റി ഇന്ത്യയിൽ നടത്തി. ജമ്മു കാശ്മീരിൽ പല സ്ഥലങ്ങളിലും ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ റെഡ് ഫോർട്ട് 2000 ഒരു അക്രമം ലഷ്കർ-ഇ-തോയ്ബ നടത്തി. ഇന്ത്യൻ പാർലമെന്റ് 2001 ആക്രമിച്ചു. 2005 ഡൽഹിയിൽ അവര് ബോംബെയിലും ആക്രമണം നടത്തി. 2008 ബോംബെയിൽ വളരെയധികം ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവം ഉണ്ടായി. പാകിസ്ഥാനിൽ നിന്ന് 10 ടെററിസ്റ്റ് വന്നതിൽ 9 എണ്ണത്തിനെ നമ്മൾ വെടിവെച്ച് വീഴ്ത്തി. ഒരാളെ നമ്മൾ കൈയോടെ പിടിച്ചു. അയാളെ പിന്നീട് തൂക്കിക്കൊല്ലുകയുണ്ടായി. ജെയ്ഷെ മുഹമ്മദ്, അതേപോലെ തന്നെ ഹിസ്ബുൽ മുജാഹിദീൻ, അൽ ഖയ്ദ, അർക്കത്തുൽ ജിഹാദ് അൽ ഇസ്ലാം എന്ന് തുടങ്ങി പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ധാരാളം ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ ഇന്ത്യക്കെതിരായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സംഭവം നമുക്ക് കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോകേണ്ട ആവശ്യം വന്നിരിക്കുന്നു. ഇന്ത്യ സജ്ജമായി ചില തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു. ഇന്ത്യയിലെ എംബസി അവിടെ ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ചു. പാകിസ്ഥാനുമായിട്ട് ഒരു നയതന്ത്ര ബന്ധം ഇനി നമുക്ക് വേണ്ട, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരുന്നു. രാജ്യസുരക്ഷയെ പറ്റിയുള്ള ക്യാബിനറ്റ് ഇന്ന് രാത്രി ചേരും. അതിനുശേഷം ഇന്ത്യ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ തീരുമാനം ഉണ്ടാവും. അത് ഇന്ത്യ തിരിച്ചടിക്കും എന്ന് പാകിസ്ഥാൻ അറിയാം. അനുഭവം അങ്ങനെയാണല്ലോ പാകിസ്ഥാന്. അതുകൊണ്ട് പാകിസ്ഥാൻ ജമ്മു കാശ്മീരിലെ പാകിസ്ഥാന്റെ കൈവശമുള്ള ഇന്ത്യയുടെ ഭാഗത്തുള്ള ബോർഡറുകളിലുള്ള ഗ്രാമീണരെ അവിടെ മുഴുവൻ വിഡ്രോ ചെയ്യിച്ചു. ആ ഗ്രാമങ്ങളിലെല്ലാവരെയും ഒഴിവാക്കി അവര് പിന്നോട്ടെടുത്തു. അതോടൊപ്പം തന്നെ ബോർഡറിൽ ഉണ്ടായിരുന്ന എയർഫോഴ്സിന്റെ വക അവിടുത്തെ എയർപോർട്ടുകളിൽ ഉണ്ടായിരുന്ന ഫ്ലൈറ്റുകൾ പലതും വടക്കോട്ട് മാറ്റിക്കഴിഞ്ഞു. പാകിസ്ഥാൻ മനസ്സിലായി ഇന്ത്യ റിയാക്ട് ചെയ്യുമെന്ന്. ഏതായാലും 1-2 ദിവസത്തിനകം ഇന്ത്യയുടെ മറുപടി ഉണ്ടാവും. കാരണം ഇന്ത്യയുടെ വടക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ പടിഞ്ഞാററ്റം പാകിസ്ഥാനുമായിട്ട് അതിരിടുന്ന സ്ഥലങ്ങൾ, അത് ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ്, കാശ്മീർ, ഏകദേശം 3200 കിലോമീറ്റർ നീളത്തിൽ നമ്മുടെ അതിർത്തി ഭദ്രമാണ്. അവിടെ സ്ട്രെങ്തൻ ചെയ്യേണ്ടി വരും ഇന്ത്യക്ക്. ഇന്ത്യയിൽ ഇപ്പോൾ ആക്രമണം നടത്തിയവരെ നമ്മൾ പിടിച്ചെടുക്കും. അവരുടെ 4 പേരുടെ അവരുടെ രേഖാചിത്രങ്ങളും
അവരുടെ പടങ്ങളും ഇപ്പം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. രണ്ടുപേര് തദ്ദേശീയരാണ്. പാകിസ്ഥാനിലെ മുസ്ലിം ചുവയുള്ള അവരുടെ ടെററിസ്റ്റ് സംഘങ്ങളുടെ പേരുകളൊക്കെ ഇപ്പം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ലോക്കലായിട്ട് ലഷ്കർ ഇ തോയ്ബയുടെ ഒരു യൂണിറ്റ് തുടങ്ങി. അതിൽ 2 കുട്ടികൾ പാകിസ്ഥാനിൽ പോയി ട്രെയിനിങ് കഴിഞ്ഞവരും ഈ കൃത്യത്തിലുണ്ടെന്ന് മനസ്സിലാക്കി. അത് ആരാണെന്നും ഇപ്പം കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാവരും ഇന്ത്യക്കെതിരായിട്ട് നീങ്ങിയത് ആരുടെ ബലത്തിലാണ്? അത് പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ ബലത്തിലാണ് എന്ന് ഇന്ത്യ സംശയിക്കുന്നു. ഷഹബാസ് ഷെരീഫ് പാകിസ്ഥാനിലെ അവിടുത്തെ പ്രൈം മിനിസ്റ്ററാണ്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ അവിടെ നവാസ് ഷെരീഫ് വളരെ വർഷം കാലം പല സന്ദർഭത്തിലും അദ്ദേഹം പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരനാണ് ഷഹബാസ് ഷെരീഫ്. അദ്ദേഹം നല്ല രാഷ്ട്രീയക്കാരനാണ്. അത് തന്നെയല്ല, അദ്ദേഹം $336 കോടി സ്വത്ത് ഡിക്ലെയർ ചെയ്ത മനുഷ്യനാണ്. വലിയ വ്യവസായിയും പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ നല്ലതായിട്ട് ഫൈറ്റ് ചെയ്യാൻ അറിയാവുന്ന ആളാണ്. ഇന്ത്യക്കൊരു താക്കീത് എന്നാണ് സൈഫുള്ള കസൂരി പറഞ്ഞത്. ഇന്ത്യക്കുള്ള താക്കീത് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നു. ഇന്ത്യയിൽ ബദൽ താക്കീത് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ത്യയുടെ അജിത് ഡോവൽ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ ബുദ്ധിജീവികളെല്ലാവരും, ഡൽഹിയിലെ ഇന്ത്യൻ സർവ്വസൈനാധിപന്മാർ എല്ലാവരും വന്നു ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയുടെ അടുത്ത നീക്കം വളരെ ക്രൂഷ്യലായിരിക്കും. പാകിസ്ഥാനിലുള്ളൊരു വാണിംഗ് തന്നെയായിരിക്കും, യാതൊരു സംശയമില്ല. ഏതായാലും ഇന്ത്യയിലെ സുരക്ഷിതതയെപ്പറ്റി ഉള്ള ക്യാബിനറ്റ് കമ്മിറ്റി ഇപ്പം കൂടിക്കൊണ്ടിരിക്കുന്നു. പ്രൈം മിനിസ്റ്ററും അതുപോലെ തന്നെ അമിത്ഷായും അജിത് ഡോവലും നിർമ്മല സീതാരാമനും ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സർവ്വസൈനാധിപന്മാരും എല്ലാവരും അവിടെ സമ്മേളിച്ചിട്ടുണ്ട്. കടുത്ത തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.